നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 26-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യോശിയാവിന്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ യഹോവെങ്കിൽ നിന്ന് ഉണ്ടായ അരുളപ്പാടാവിത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ നമസ്കരിക്കാൻ വരുന്ന സകല യഹൂദ പട്ടണങ്ങളോടും പ്രസ്താവിപ്പാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സകല വചനങ്ങളെയും അവരോട് പ്രസ്താവിക്കാം. ഒരു വാക്കും വിട്ടുകളയരുത്. അവരുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കത്തക്കവണ്ണം. പക്ഷേ അവർ കേട്ട് ഓരോരുത്തരും താന്താന്റെ ദുർമാർഗം വിട്ട് തിരിയുമായിരിക്കും. എന്നാൽ നീ അവരോട് പറയേണ്ടത് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഇടപെടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ച് പറയിച്ചിട്ടും നിങ്ങൾ കൂട്ടാക്കാതിരുന്ന എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വചനങ്ങളെ കേൾപ്പാനും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച ന്യായപ്രമാണത്തെ അനുസരിച്ച് നടപ്പാനും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കയില്ലെങ്കിൽ ഞാൻ ഈ ആലയത്തെ ശീലോവിന് തുല്യമാക്കി ഈ നഗരത്തെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും ശാപവാക്യമാക്കി തീർക്കും. യിരെമ്യാവ് ഈ വാക്കുകൾ യഹോവയുടെ ആലയത്തിൽ വെച്ച് പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും കേട്ടു. എന്നാൽ സകല ജനത്തോടും പ്രസ്താവിപ്പാൻ യഹോവ കൽപ്പിച്ചിരുന്നതൊക്കെ യിരെമ്യാവ് പ്രസ്താവിച്ച് തീർന്ന ശേഷം പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും അവനെ പിടിച്ചു. നീ മരിക്കണം നിശ്ചയം. ഈ ആലയം ശീലോവിന് തുല്യമാകും, ഈ നഗരം നിവാസികൾ ഇല്ലാതെ ശൂന്യമാകും എന്ന് നീ യഹോവയുടെ നാമത്തിൽ പ്രവചിച്ചിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ജനമൊക്കെയും യഹോവയുടെ ആലയത്തിൽ യിരെമ്യാവിന്റെ അടുക്കൽ വന്നു. ഈ കാര്യം യഹൂദ പ്രഭുക്കന്മാർ കേട്ടാറെ അവർ രാജാവിന്റെ അരമനയിൽ നിന്ന് യഹോവയുടെ ആലയത്തിലേക്ക് കയറി ചെന്നു. യഹോവയുടെ ആലയത്തിന്റെ പുതിയ പടിവാതിലിന്റെ പ്രവേശനത്തിങ്കൽ ഇരുന്നു. പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരോടും സകല ജനത്തോടും, ഈ മനുഷ്യൻ മരണയോഗ്യൻ, അവൻ ഈ നഗരത്തിനും വിരോധമായി പ്രവചിച്ചിരിക്കുന്നു, നിങ്ങള് സ്വന്തം ചെവി കൊണ്ട് കേട്ടുവല്ലോ എന്ന് പറഞ്ഞു. അതിന് യിരെമ്യാവ് സകല പ്രഭുക്കന്മാരോടും സർവ്വജനത്തോടും പറഞ്ഞത്: നിങ്ങൾ കേട്ടിരിക്കുന്ന വാക്കുകളൊക്കെയും ഈ ആലയത്തിനും ഈ നഗരത്തിനും വിരോധമായി പ്രവചിപ്പാൻ യഹോവ എന്നെ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിപ്പീൻ. എന്നാൽ യഹോവ നിങ്ങൾക്ക് വിരോധമായി അരുളി ചെയ്തിരിക്കുന്നവ ആ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. ഞാനോ ഇതാ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടവും ന്യായവുമായത് തോന്നുന്നത് പോലെ എന്നോട് ചെയ്തു കൊള്ളുക. എങ്കിലും നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞാൽ നിങ്ങൾ കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെയും ഈ നഗരത്തിന്മേലും അതിലെ നിവാസികളുടെ മേലും വരുത്തും എന്നറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങൾ കേൾക്കെ ഈ വചനങ്ങളൊക്കെയും പ്രസ്താവിക്കേണ്ടതിന് യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. സത്യം. അപ്പോൾ പ്രഭുക്കന്മാരും സകല ജനവും പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും, ഈ മനുഷ്യൻ മരണയോഗ്യനല്ല, അവൻ നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിലല്ലോ നമ്മോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോശിയ രാജാവിന്റെ മകനായ യഹോവാഹാസിനെ ഇസ്രായേൽ രാജാവ് വന്ന് തോൽപ്പിച്ച ശേഷം യഹോവാഹാസിന്റെ സഹോദരനായ യഹോയാക്കീമിനെ നാടുവാഴിയാക്കി. അക്കാലത്ത് യിരെമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. യഹോവ കൽപ്പിച്ചതനുസരിച്ച് യിരെമ്യാവ് അത് ദേവാലയ പ്രാകാരത്തിലെത്തി വിളിച്ചു പറഞ്ഞു. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് ദേവാലയവും നഗരവും ശീലോവിനെ പോലെ ആക്കും. കാരണം ജനം വിഗ്രഹസേവയും ഇതര പാപങ്ങളും ചെയ്ത് ദൈവത്തെ ദുഃഖിപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, ശീലോവ് ഏലി പുരോഹിതൻ നേതാവായിട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മക്കൾ ദേവാലയത്തിൽ വരുന്ന സ്ത്രീകളെ അവമാനിക്കുകയും ആ യാഗത്തെ മലിനമാക്കുകയും, അതായത് യാഗപീഠത്തിൽ ദഹിച്ചുകൊണ്ടിരിക്കുന്ന ആടിന്റെ മാംസം അവർ മുപ്പല്ലി കൊണ്ട് കുത്തിക്കൊണ്ടുപോയി തിന്നുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ കാര്യം ഏലി അറിയിച്ചെങ്കിലും ഏലി മാനസാന്തരപ്പെടാനോ അല്ലെങ്കിൽ ഏലി മക്കളെ
ശാസിച്ചമർത്താനോ തയ്യാറായില്ല. അതുകൊണ്ട് ഏലിയും മക്കളും ഒരു ദിവസം തന്നെ കൊല്ലപ്പെട്ടു. ഈ ദൈവത്തിന്റെ പെട്ടകം ഫെലിസ്ത്യര് പിടിച്ചുകൊണ്ടു പോകാൻ ഇടയായിത്തീർന്നു. അങ്ങനെ 7 മാസം ഫെലിസ്ത്യ പട്ടണങ്ങളിലായിരുന്നു ദൈവത്തിന്റെ പെട്ടകം. പിന്നീട് നമുക്കത് അറിയാം. അത് അബീനാദാമിന്റെ വീട്ടില് അനേക വർഷങ്ങൾ ഇരിക്കാനിടയായി. പിന്നീട് ഓബേദ്ഏദോമിന്റെ വീട്ടിലിരിക്കാനിടയായി. അത് ശീലോവിലേക്ക് ഒരിക്കലും തിരിച്ചു വന്നില്ല. അപ്പൊ ശീലോവിനുണ്ടാകുന്ന അനുഭവം യെരൂശലേം ദേവാലയത്തിനുണ്ടാകും എന്നാണ് യിരെമ്യാ വിളിച്ചു പറഞ്ഞത്. യിരെമ്യാ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടില്ല, എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന ദൈവദാസന്മാരുടെയും വാക്ക് കേട്ടില്ല. ഞാൻ 23 വർഷം നിങ്ങളോട് സംസാരിച്ചു, പക്ഷേ നിങ്ങൾക്കൊരു മാറ്റവുമില്ല. ഈ വാക്കുകൾ പ്രസ്താവിച്ച യിരെമ്യാവിനെ പുരോഹിതന്മാരും പ്രവാചകന്മാരും നേതാക്കളും ഒക്കെ പിടിച്ചു. ജനത്തോട് പറഞ്ഞു, ഈ മനുഷ്യൻ മരണയോഗ്യം. യാഗത്തിന് വന്ന ജനങ്ങൾ തടിച്ചുകൂടിയപ്പോൾ യിരെമ്യാ പറഞ്ഞു, നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കാൻ ഉദ്ദേശിച്ച് ദൈവം എന്നോട് അരുളി ചെയ്തതാണ്. നിങ്ങളെന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലുക, പക്ഷേ കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെയും നിങ്ങളുടെ തലമുറയുടെയും ഈ നഗരത്തിൻ്റെയും ഒക്കെ മീതെ വരുമെന്ന് പറഞ്ഞു. ഇത് കേട്ട പ്രഭുക്കളും സാമാന്യ ജനവും പറഞ്ഞത്, ഒരുപക്ഷെ ദൈവം അയച്ചതിനാലാകാം. പണ്ട് ഹിസ്കിയാവിന്റെ കാലത്ത് മിഖായാവ് മാത്രം വ്യത്യസ്ത നിലപാടെടുത്ത പ്രവാചകനായിരുന്നല്ലോ. മിഖായാവിന്റെ വചനങ്ങൾ കേട്ട് ജനം മാനസാന്തരപ്പെട്ടതുകൊണ്ടല്ലേ വിടുതലുണ്ടായത്. കിര്യത്തെ യെയാരീമിൽ നിന്നുള്ള ഊരിയാവ് യെഹോയാക്കീമിന്റെ കാലത്ത് പാപത്തിനെതിരെ പ്രവചിച്ചു. അവനെ കൊല്ലാൻ ഒരുങ്ങിയപ്പോൾ അവൻ മിസ്രൈമിലേക്ക് ഓടി. പക്ഷെ രാജാവ് ആളയച്ച് അവനെ വെട്ടിക്കൊന്നു. ഇത് പറഞ്ഞപ്പോൾ ഷാഫാന്റെ മകനായ അഹീക്കാം യിരെമ്യാവിന് പിന്തുണയായിട്ട് വന്നു എന്നാണ് വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏത് കാലത്തും തൻ്റെ ജനത്തിന് ആരെങ്കിലുമൊക്കെ തുണയായിട്ടുണ്ടായിരിക്കും. ഏലിയാവിന് കാക്കയായിരുന്നു ആദ്യം തുണ, പിന്നീട് വിധവയായിരുന്നു, പിന്നീട് ദൈവദൂതനായിരുന്നു, അവസാനം എലീശ പ്രവാചകനായിരുന്നു. എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവയുടെ പക്ഷത്തുണ്ടെന്നാണ് 112 സങ്കീർത്തനം പറയുന്നത്. തീർച്ചയായിട്ടും യഹോവ നമ്മുടെ സഹായത്തിനായിട്ട് ആരെയെങ്കിലുമൊക്കെ ആക്കും. ആരുടെ സഹായം ഇല്ലാതിരുന്ന ഒരാളേ ഉള്ളൂ. ജനം ഇവൻ മരണയോഗ്യനെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആർത്തു പറഞ്ഞത് മരണയോഗ്യനെന്നാണ്. എന്നാൽ ഇവൻ മരണയോഗ്യൻ എന്ന് പുരോഹിതരും പ്രവാചകരും യിരെമ്യാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സാമാന്യ ജനം പറഞ്ഞു, അല്ല, ഒരുപക്ഷെ അവൻ ദൈവത്തിന്റെ സത്യപ്രവാചകനായിരിക്കാം. മുമ്പ് പോലെയുള്ള ആളുകൾ, അതുപോലെ ഊരിയാവിനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഏലിയാവിന് തൽക്കാലം ഒരു വിടുതൽ ഉണ്ടാകാനിടയായി. പ്രത്യേകിച്ച് സ്വാധീനമുണ്ടായിരുന്ന ഷാഫാന്റെ മകനായ അഹീക്കാം യിരെമ്യാവിന് പിന്തുണയുമായിട്ട് വന്നു. പൗലൂസിന്റെ ജീവിതത്തിലും പൗലൂസിനെ ആളുകൾ കൊല്ലാൻ പ്ലാൻ ചെയ്തു. അതിനുവേണ്ടി ശപഥം ചെയ്യുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. പക്ഷേ ശതാധിപൻ പെട്ടെന്ന് ഓടി വന്ന് പൗലൂസിനെ എടുത്തുകൊണ്ട് പട്ടാളക്കാരെ കൊണ്ട് എടുപ്പിച്ച് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തത്സമയത്ത് ആരുടെയെങ്കിലും സഹായം ദൈവം നമുക്ക് നൽകും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടി ഉണ്ട് എന്നാണല്ലോ കർത്താവ് പറഞ്ഞത്. യിരെമ്യാവിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യവും സഹായവും ഇങ്ങനെ ചില മനുഷ്യരിലൂടെ തനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും തന്നെ സ്നേഹിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ കർത്താവ് സംരക്ഷണം നൽകും. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.